പേരാ ആദിൽ. എൻ്റെ പേര് സെയിം ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആവുന്ന സമയത്ത് ഏതാ ടഫായിട്ട് ഫീൽ ചെയ്തേ? കെമിസ്ട്രി കുറച്ച് ടഫായി. അനക്കോ? ഫിസിക്സ് ടഫായി. എന്നാലും കൂടി ബയോളജി നന്നായിട്ട് എഴുതാൻ പറ്റി. ബയോളജി കെമിസ്ട്രി എനിക്ക് ഈസിയാണ്. എനിക്ക് ഫിസിക്സും. അതായത് ഫുൾ ടോപ്പിക് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞേ? അടിപൊളിയായിരുന്നു. അതായത് പഠിച്ച ഓരോ ചാപ്റ്ററിലോ രണ്ടോ മൂന്ന് ചോദ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതിനൊരു യൂസ്ഫുൾ ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശൈലത്തിന് തന്നെ ഫസ്റ്റ് ടൈം ഫുൾ ടോപ്പിക് എക്സാം ആണ്. ഫുൾ ടോപ്പിക് ആകുന്ന സമയത്ത് പഠിച്ചതൊക്കെ ഓർമ്മ വന്നായിരുന്നോ? ഒന്നും ഓർമ്മ വന്നില്ലേ? പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ബയോളജി എളുപ്പമായിരുന്നു. ഫിസിക്സ് കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബയോളജി കെമിസ്ട്രിയാണ് ഇവിടെ പോയാൽ എല്ലാവരും പറഞ്ഞ കുറച്ച് സമയം എടുത്തത്. കെമിസ്ട്രി ഓർഗാനിക് കൺഫ്യൂസിംഗ് ഉണ്ട്. ബയോളജി എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഫുൾ ടോപ്പിക് ആകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറവുണ്ടായിരുന്നു. സമയം കുറവ് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയങ്ങൾ ബയോളജിയിൽ ഫോക്കസ് ചെയ്ത് പോയോ? കെമിസ്ട്രിയിൽ അതെല്ലാം മക്കൾ പറയും. കെമിസ്ട്രിയിൽ ഓർഗാനിക് ഏരിയ കുറച്ച് സമയം എടുത്തു തോന്നുന്നു അല്ലേ? കുറേ ഈസി ആയിട്ടുണ്ട്. അതെ, അതുകൊണ്ട് അത്യാവശ്യം നന്നായി എഴുതാൻ പറ്റി. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നോക്കുമ്പോൾ ഏതാ ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര ടഫായിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല. ടൈം മാനേജ്മെൻറ്റ് ഇനി റെഡി ആവാനുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു വിഷയം എല്ലാവർക്കും തോന്നുന്നുണ്ട്. എന്നാൽ കൂടി ഫുൾ ടോപ്പിക് എഴുതിയ സമയത്ത് ഒരു ഒറിജിനൽ നീറ്റ് പോയി ഫീൽ ചെയ്തെന്ന് തോന്നിയല്ലോ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മോക്ക് എക്സാംസിൽ അത് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഈ GAP ശൈലത്തിൻ്റെ GAP പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മെയ് 5 നടക്കാൻ പോകുന്ന നീറ്റ് ഇതേപോലെ തന്നെ ആയിരിക്കും. നന്നായിട്ട് ചെയ്ത് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ട്രാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന എക്സാംസ് പ്രോപ്പറായിട്ട് എഴുതുക, നന്നായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തണം. സൈലത്തിൻ്റെ ഫസ്റ്റ് ഫുൾ ടോപ്പിക് GAP എക്സാം ആണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. സോ ആ എക്സാമിൻ്റെ കുട്ടികളുടെ റെസ്പോൺസ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അവരെല്ലാവരും ഹാപ്പിയാണ്. കാരണം നമ്മൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ GAPയിൽ നിന്ന് അവർക്കൊരു വേറിട്ട എക്സ്പീരിയൻസ് ആ ഫുൾ ടോപ്പിക് എക്സാമിൽ നടത്താൻ പറ്റി. സോ ആ ഫുൾ ടോപ്പിക്കിലൂടെ അവർക്ക് ടൈം മാനേജ്മെൻറ്റിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും അതേപോലെ തന്നെ മെയ് 5 നടക്കാൻ പോകുന്ന നീറ്റ് എക്സാം എങ്ങനെയാണോ അതേ പാറ്റേണിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസുകളും ഇനി വരാൻ പോകുന്ന മോക്ക് എക്സാംസിലൂടെയും നന്നായി പെർഫോം ചെയ്ത് അവരെല്ലാവരും അവരാഗ്രഹിക്കുന്ന ആ പൊസിഷനിലേക്ക് എത്താൻ ഡോക്ടർ ആവാൻ അവർ റെഡിയാണ്. ഇനി നിങ്ങൾ തയ്യാറല്ലേ? സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. ബൈ.